തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പിക്ക് നഷ്ടമായോ? 20 ബി.ജെ.പി കൗൺസിലർമാരെ ഒറ്റയടിക്ക് ഹൈക്കോടതി അയോഗ്യരാക്കിയല്ലോ. എന്താ സംഭവം? കേരളത്തിലെ സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ കമ്മി കൊങ്ങി ഗ്രൂപ്പുകളൊക്കെ പടക്കം പൊട്ടിച്ചും ലഡ്ഡു വിതരണം ചെയ്തും വലിയ ആഘോഷത്തിലാണ്, ആർമാദത്തിലാണ്, ആഹ്ലാദത്തിലാണ്. നമ്മുടെ തലസ്ഥാന നഗരസഭ ബി.ജെ.പി ഒന്നടങ്കം പിടിച്ചടക്കിയപ്പോൾ, ജനങ്ങൾ അവർക്കൊപ്പം നിന്നപ്പോൾ നെഞ്ചുവേദന വന്ന പലർക്കും ഇപ്പോൾ എന്തെന്നില്ലാത്തൊരു ആശ്വാസമൊക്കെയാണ്. കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയെന്ന് മുഖ്യധാരാ മാധ്യമങ്ങളും ബ്രേക്കിംഗ് ന്യൂസുകൾ നൽകി ആഘോഷിക്കുന്നുണ്ട്. തലസ്ഥാനത്തെ കാവിക്കോട്ട് തകർന്നുവെന്ന് വിശ്വസിച്ച് ആർത്തു വിളിക്കുന്നവരോട് ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? സത്യത്തിൽ ബി.ജെ.പിക്ക് ഇവിടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? നിങ്ങളുടെ ഈ ആഘോഷങ്ങൾ വെറും വെള്ളത്തിലെ വരയാണെന്നും ഒരു ചുക്കും ബി.ജെ.പിക്ക് സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ലഡ്ഡു വിതരണം ചെയ്തവർ അത് തിരിച്ചു തുപ്പേണ്ടി വരും. എന്താണ് യഥാർത്ഥത്തിൽ കോടതിയിൽ നടന്നത്? ബി.ജെ.പിയുടെ മാസ് മറുപടി എന്താണ്? വി രാജേഷ് പറഞ്ഞത് എന്താണ്? കാര്യങ്ങൾ കൃത്യമായി വിശദമായി തന്നെ പറയാം. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ആഘോഷങ്ങൾ അവസാനിപ്പിക്കല്ലേ, മുറുക്കെ പിടിച്ചോണം. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ചിരി അടയ്ക്കാൻ കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ പൊട്ടി ചിരി വരികയാണ്. എന്ത് കിട്ടിയാലും ബി.ജെ.പി ഒന്ന് അടിക്കാൻ കാത്തു നിൽക്കുന്ന ഇടത് വലത് സൈബർ പോരാളികൾക്ക് ചാകര കിട്ടിയ അവസ്ഥയായിരുന്നു. തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ബി.ജെ.പിയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോൾ കുറുക്കുവഴികളിലൂടെ അവരെ പുറത്താക്കാം എന്ന വ്യാമോഹത്തിലാണ് ചിലർ. ബി.ജെ.പി ജയിച്ച മണ്ഡലങ്ങളിലൊക്കെ വോട്ട് ചോരി ആരോപണങ്ങളും തോറ്റ മണ്ഡലങ്ങളിലൊക്കെ ജനാധിപത്യത്തിന്റെ വിജയമാണല്ലോ. അതിന്റെ അടുത്ത സ്റ്റെപ്പ് യഥാർത്ഥത്തിൽ എന്താണ് ഹൈക്കോടതി ഉത്തരവിട്ടത്? ബി.ജെ.പിയുടെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി എന്നത് സത്യമാണ്. എന്നാൽ എന്തിന്റെ പേരിലാണ് ഈ നടപടി? അവർ അഴിമതി കാണിച്ചോ? അവർ ജനങ്ങളെ വഞ്ചിച്ചോ? കള്ളവോട്ട് ചെയ്തോ? ഇതിലും വലിയ കള്ളത്തരവും കാണിച്ചത് നട്ടലിൽ നിവർത്തി നടക്കുന്നു. എന്നാൽ ഇതൊന്നുമല്ല. അവർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, തങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാന്റെയും ഭഗവതിയുടെയും പേര് പറഞ്ഞു എന്നതാണ് ഇവിടുത്തെ മഹാപരാധം. CPM പാർലമെന്ററി പാർട്ടി നേതാവും കൗൺസിലറുമായ SP ദീപക്കാണ് ഈ വലിയ കണ്ടുപിടുത്തവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. തോറ്റ് തുന്നം പാടിയപ്പോൾ അടുത്ത പ്രതിരോധിക്കാനുള്ള ഒരടവ്. എന്തായാലും ബി.ജെ.പി കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് എങ്ങനെയെന്നോ? ഗുരുദേവൻ, ഉദിയന്നൂർ ദേവി, കാവിലമ്മ, ഭഗവതി, സാക്ഷാൽ ശ്രീ പത്മനാഭസ്വാമി, ഭാരതാംബ, തിരുവല്ലം പരശുരാമൻ, ആറ്റുകാലമ്മ, ശ്രീ ഇരുകുളങ്ങര ദുർഗാ ഭഗവതി, പത്മനാഭനും മഹാവിഷ്ണുവും, ശ്രീകണ്ഠേശ്വരൻ, അമ്മയപ്പൻ, അയ്യപ്പൻ, കാര്യവട്ടം ശ്രീധർമ്മശാസ്താവ്, കൂടാതെ ഈ നാടിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച പ്രസ്ഥാനത്തിലെ ബലിദാനികൾ, ഇവരുടെയൊക്കെ പേരിലാണ് ബി.ജെ.പി കൗൺസിലർമാർ അധികാരമേറ്റപ്പോൾ സത്യവാചകം ചൊല്ലിയത്. സ്വന്തം നാടിന്റെ കാവൽ ദൈവങ്ങളെയും സ്വന്തം ജീവൻ നൽകി പ്രസ്ഥാനത്തെ വളർത്തിയ, നാടിനു വേണ്ടി ജീവൻ ബലി കൊടുത്ത രക്തസാക്ഷികളെയും സ്മരിച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ അധികാരമേൽക്കുമ്പോൾ അതിൽ എന്താണ് തെറ്റ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാളും ചിന്തിച്ചു പോകും. രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചവരെ കുറിച്ച് നമ്മൾ ഇവിടെ മിണ്ടുന്നില്ല കേട്ടോ. പക്ഷേ CPM-നും SP ദീപക്കിനും അത് സഹിച്ചില്ല. കാരണം അവർ കൈയടക്കിയ നഗരസഭ കയ്യിൽ നിന്ന് പോവുമല്ലോ. അവർ 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം പൊടിതട്ടിയെടുത്ത് കോടതിയിൽ പോയി. ആ നിയമം അനുസരിച്ച് ഒന്നുകിൽ ദൈവനാമത്തിൽ അല്ലെങ്കിൽ സഗൗരവം എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അല്ലാതെ ഏത് ദൈവമാണെന്ന് എടുത്തു പറയരുതത്രേ. ഭാരതാംബയുടെ പേരോ പത്മനാഭസ്വാമിയുടെ പേരോ പറഞ്ഞാൽ സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. സാങ്കേതികമായി നിയമം അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഹൈക്കോടതി ആ സത്യപ്രതിജ്ഞകളെല്ലാം തന്നെ അസാധുവാക്കി. 20 കൗൺസിലർമാരും 4 ആഴ്ചയ്ക്കും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ഉത്തരവിട്ടു. ഇതാണ് സംഭവം. ഇതിനാണ് കോർപ്പറേഷൻ ഭരണമൊക്കെ ബി.ജെ.പിക്ക് നഷ്ടപ്പെട്ടു പോയെന്ന രീതിയിൽ ചിലർ തുള്ളിച്ചാടുന്നത്. സത്യത്തിൽ ഈ ഹർജിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്നറിയോ? അതെന്തായാലും ഈ മുനിസിപ്പാലിറ്റി നിയമത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അത് അറിയാമല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അത്രത്തോളം ശക്തമായിട്ടാണ് ബി.ജെ.പി വേരുറപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല വി രാജേഷിന് ഇന്ന് അവിടുത്തെ ജനനായകൻ എന്നുള്ളൊരു ഇമേജാണ്. ഒന്നടങ്കം ബി.ജെ.പി കൗൺസിലർമാർ ആ കോർപ്പറേഷൻ ഹാളിൽ ഇങ്ങനെ കയറി വരുന്നത് കണ്ടപ്പോൾ ഭരണപക്ഷത്തിനുണ്ടായ ആ ഒരു നെഞ്ചുവേദന ഉണ്ടല്ലോ, ക്ഷമിക്കണം, മുൻ ഭരണപക്ഷം, അതിന്റെ ബാക്കിപത്രമാണ് ഈ നിയമ പോരാട്ടം. ബി.ജെ.പിയെ രാഷ്ട്രീയമായി നേരിടാൻ കെൽപ്പില്ലാത്തവർ, നട്ടലിന് ഉറപ്പില്ലാത്തവർ നിയമത്തിലെ ഇത്തരം ചെറിയ സാങ്കേതിക തത്വങ്ങളൊക്കെ പിടിച്ച് തൂങ്ങുകയാണ് പതിവ്. നഗരത്തിലെ മാലിന്യ പ്രശ്നമോ കുടിവെള്ള പ്രശ്നമോ വികസനമോ ഒന്നുമല്ല ഇവരുടെ വിഷയം. അത് ഈ കഴിഞ്ഞ വർഷം ഭരണത്തിലിരുന്നിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ബി.ജെ.പിക്കാർ ഏത് ദൈവത്തിന്റെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് നോക്കി നടക്കുകയാണ് ഭരിക്കുന്ന മുൻ ഭരണ പാർട്ടിയുടെ നേതാക്കൾ, നിലവിലെ പ്രതിപക്ഷം. ഇതിനെയാണോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിളിക്കേണ്ടത്? ഇനി ഈ വിധി വന്നതിന് ശേഷമുള്ള ബി.ജെ.പിയുടെ പ്രതികരണം എന്താണെന്ന് കൂടി നമുക്കൊന്ന് ഈ ആഹ്ലാദിക്കുന്നവരൊക്കെ ഒന്ന് കേൾക്കുക.
കോർപ്പറേഷൻ മേയറും BJP നേതാവുമായ VV രാജേഷ് വളരെ ക്ലീൻ ആൻഡ് ബോൾഡായിട്ടാണ് ഇതിനോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന് യാതൊരു സങ്കടമോ അല്ലെങ്കിൽ ഒന്നുമില്ല, ഒരു തരി പോലും ഭയമോ ആശങ്കയോ ആ വാക്കുകളിൽ ഇല്ലായിരുന്നു. ഹൈക്കോടതി വിധി BJPയെ സംബന്ധിച്ചൊരു തിരിച്ചടിയേ അല്ല. ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തി, ഒരു വിധി പറഞ്ഞു. ആ ഉത്തരവ് അതുപോലെ തന്നെ കൗൺസിലർമാരൊക്കെ അനുസരിക്കും. ഭരണസമിതി ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നീതിന്യായ വ്യവസ്ഥയെ അവർ എത്രത്തോളം ബഹുമാനിക്കുന്നു രാജേഷ് വ്യക്തമാക്കി. അവിടെയും തീർന്നില്ല. BJPയുടെ രാഷ്ട്രീയ പക്വത വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. നിയമപരമായിട്ട് ഞങ്ങൾ ആദ്യം തന്നെ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു. ഇതല്ലാതെ വേറെ പല ദൈവങ്ങളുടെയും നേതാക്കളുടെയും പേരിലൊക്കെ പലരും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളതൊന്നും പറഞ്ഞ് കേസ് കൊടുക്കാൻ പോയില്ല എന്നേ ഉള്ളൂ. അതാണ് BJPയും മറ്റു പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം. ആനയും ആടും പോലെ എന്നൊക്കെ പറയില്ലേ. സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ മറ്റ് പല പാർട്ടിക്കാരും തങ്ങളുടെ രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണഘടനാ ശില്പികളുടെയും എല്ലാം പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട്. നിയമപരമായി നോക്കിയാൽ അതും തെറ്റ് തന്നെയാണ്. വേണമെങ്കിൽ BJPക്കും ഇതിന് പിന്നാലെ പോകാമായിരുന്നു. പക്ഷെ അവർക്ക് അതിനുള്ള സമയമില്ല. അവർ ജനങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. പിന്നെ BJPക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. വികസനമാണ് അവരുടെ ലക്ഷ്യം, അല്ലാതെ ഇതുപോലെയുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ വൈരാഗ്യമല്ല. തോറ്റെങ്കിൽ തോറ്റു എന്ന് സംബന്ധിച്ച് അവിടെ മിണ്ടാതിരിക്കണം. എന്നിട്ട് ജനങ്ങളോട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ ചെയ്യണം. ഹൈക്കോടതി 4 ആഴ്ചത്തെ സമയമാണ് എന്തായാലും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നൽകിയിരിക്കുന്നത്. എന്നാൽ VV രാജേഷിന്റെ വാക്കുകൾ കേൾക്കുക. ഹൈക്കോടതി 24 മണിക്കൂറിനകം സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറായിരുന്നു. ഏതു തരത്തിൽ കോടതി വിധി പറഞ്ഞാലും ആ വിധി ശിരസാവഹിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. ഇനിയൊരു നിയമ പോരാട്ടത്തിനൊന്നും BJP പോകുന്നില്ല. കോടതി വിധി അനുസരിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടത്തും. എത്ര വ്യക്തമായ ഗാംഭീര്യമുള്ള മറുപടിയാണത്. ഇതാണ് ജനപ്രതിനിധി, ഇതാണ് ജനനായകൻ. കോടതി വിധിയെ ബഹുമാനിക്കുന്ന, ഭരണഘടനാ സ്ഥാപനങ്ങളെ ആദരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ ഇത്രയും സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ വിധിയെ സ്വീകരിക്കാൻ സാധിക്കൂ. അല്ലാതെ വിധി പ്രതികൂലമാകുമ്പോൾ ജഡ്ജിയുടെ പേരിന്റെ അർത്ഥം തിരിയുന്ന സംസ്കാരം BJPക്കില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് ഈ പ്രതികരണത്തിലൂടെ VV രാജേഷ് ചെയ്യുന്നത്. ഇതൊരു തിരിച്ചടിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരോട് ചില കാര്യങ്ങൾ കൂടി ഒന്ന് ചോദിക്കട്ടെ. ഈ 20 പേരെയും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതല്ലേ? അല്ലാതെ അവർ നിങ്ങളെപ്പോലെ വേറെ എന്തെങ്കിലും തിരിമറി ചെയ്തോ? ആ വോട്ടുകൾ ഈ ഹൈക്കോടതിയുടെ വിധിയിലൂടെ ഇല്ലാതാകുമോ? ഇല്ല. അവർ പ്രതിനിധീകരിക്കുന്ന വാർഡുകളിലെ ജനങ്ങളുടെ പിന്തുണ അവർക്ക് നഷ്ടമാകുമോ? ഒരിക്കലുമില്ല. അവർ അഴിമതി നടത്തിയതിനോ ക്രിമിനൽ കേസിൽപ്പെട്ടതിനോ അല്ലല്ലോ ഈ വിധി അവർക്ക് ലഭിച്ചത്. അവർ സ്വന്തം നാടിൻ്റെ ദൈവങ്ങളെ, തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചു. നിയമത്തിൻ്റെ കണ്ണിൽ ദൈവം എന്ന ഒറ്റ വാക്കിൽ ഒതുക്കേണ്ടതിനെ അവർ തങ്ങൾക്ക് പ്രിയപ്പെട്ട പത്മനാഭസ്വാമിയുടെയും ആറ്റുകാലമ്മയുടെയും ഭാരതാംബയുടെയും പേരിൽ വിളിച്ചു. വൈകാരികമായിട്ടാണ് അവരിതിനെ നോക്കിക്കണ്ടത്. അത് അവരുടെ ഒരു തെറ്റല്ല, അതവരുടെ സംസ്കാരത്തെ അവർ മുറുകെ പിടിച്ചതാണ്. അത് നിങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.